അതെ ശരിക്കും കേട്ടെ. തിരിച്ച് ഇടയ്ക്ക് കട്ട് ചെയ്തു. ഇന്ന് CF ടെസ്റ്റ് ഗ്രൗണ്ടിൽ വാഹന പരിശോധനയിടയിൽ കണ്ട ഒരു നമ്പർ പ്ലേറ്റാണ്. ഇത് പുതിയൊരു ട്രെൻഡാണ്. അതായത് മോട്ടോർ വാഹനങ്ങളിൽ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, അതായത് ടാക്സി വാഹനങ്ങൾ പൊതുവെ പറയും, അതിൽ ഇരുവശങ്ങളിലും വാഹനത്തിൻ്റെ ഇരുവശങ്ങളിലും നമ്പർ പ്ലേറ്റ് പതിപ്പിക്കണമെന്ന് മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്നു. ഇതിപ്പം ബ്ലാക്കിൽ യെല്ലോ ആണ്, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ യെല്ലോ ആണ്. അതായത് ഇത് റെൻ്റ് ക്യാബ് എന്ന് പറയും. ഇതിൻ്റെ നമ്പർ പരിശോധിച്ചപ്പോൾ റെൻ്റ് ക്യാബായിരുന്നു. അതായത് താർ, മഹീന്ദ്രയുടെ താർ മോഡലിൽപ്പെട്ട ഒരു മോട്ടോർ ക്യാബ്, അതായത് വാഹനം ട്രാൻസ്പോർട്ട് വെഹിക്കിളായിട്ട് രജിസ്റ്റർ ചെയ്ത വാഹനം. ഇത് ഇത്തരം വാഹനങ്ങൾ ഇതെന്തിനാണ്? സാധാരണ മോട്ടോർ കാറുകൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ലെറ്റേഴ്സ്, കേന്ദ്ര മോട്ടോർ വാഹന റൂൾസിൽ CMR 5051 ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം സൈസ്, മാനർ, അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റിലാണ് നമ്പർ പ്ലേറ്റ് വേണ്ടത്. ഉദാഹരണത്തിന് ഇലക്ട്രിക് വെഹിക്കിൾസ്, ഗ്രീനിൽ വൈറ്റ്. ഇപ്പം ഈ പറഞ്ഞ റെൻ്റ് ക്യാബിൽ ഈ വാഹനം ക്യാബായിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇത് മോട്ടോർ കാറായിട്ട് ദുരുപയോഗം ചെയ്യും. അപ്പം ഈസിയായിട്ട് ഇത് വാഹനത്തിൽ നിന്ന് റിമൂവ് ചെയ്യും. ശരിക്ക് പെയിൻറ്റ് ചെയ്യണം, പെയിൻറ്റിൽ ആണ് സൈഡിൽ നമ്പർ പ്ലേറ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. സ്റ്റിക്കറിൽ ആൾക്കാർ പതിപ്പിക്കാറുണ്ട്, നിയമവിരുദ്ധമാണ്. അതിൻ്റെ അടുത്ത പുതിയൊരു തട്ടിപ്പ് വെർഷനാണ് വാഹനത്തിൽ മാഗ്നറ്റിൽ പിടിപ്പിക്കുന്ന ഈ നമ്പർ പ്ലേറ്റ്. അപ്പോൾ നമ്മൾ ഈ നമ്പർ പ്ലേറ്റ് മാറ്റിക്കഴിഞ്ഞാൽ സൈഡിൽ നമ്പർ പ്ലേറ്റ് ഇല്ല, ഫ്രണ്ടിൽ വൈറ്റിലേക്ക് മാറ്റാം, അത് ബോക്സിലായിരിക്കും. അപ്പോൾ ഇതെന്തായി? മോട്ടോർ കാറായി മാറും. അപ്പോൾ ഇത് കല്യാണ ആവശ്യങ്ങൾക്ക്, പേഴ്സണൽ ആവശ്യങ്ങൾക്ക്, മറ്റ് വാടക റെൻ്റ് ബേസിസിൽ ഈ വാഹനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടുപിടിക്കും. ഇന്ന് CF ഗ്രൗണ്ടിലാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ സൈഡിൽ നമ്പർ പ്ലേറ്റ് വ്യാപകമായിട്ട് മറ്റ് ചെക്കിങ്ങിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഇതിന് ഡ്രൈവ് നടത്താനായിട്ട് ബഹുമാനപ്പെട്ട എറണാകുളം RTO നിർദ്ദേശിച്ചിട്ടുണ്ട്.